ഏത് കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞും ജനിക്കുന്നവർ പാപിയാണ് എന്ന സങ്കല്പം പൗലോസിന്റേത് മാത്രമാണ്, സെന്റ് പോളിന്റേതാണ്. അത് മാനവിക വിരുദ്ധമാണ്. പ്രകൃതി മതം ലോകത്തോട് പറയുന്നത് ഇവിടെ ജനിക്കുന്ന ഏത് മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. അതിനുള്ള ഉജ്ജ്വലമായ ഒരു ആദർശവും ലോകത്ത് വേറെ കേൾക്കാനുമില്ല. എന്നിട്ട് പറഞ്ഞു അവനെ കേടുവരുത്തുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ചിന്തിച്ചോളി, ഒന്നാമത്തെ കാര്യ ഇവിടെ ഇരിക്കുന്ന ബാപ്പാരോട് ഇവിടെ ഇരിക്കുന്ന ഉമ്മാരോട്, ഞാനൊരു ബാപ്പയാണ്, ഭർത്താവാണ്, മകനാണ്, അനുജനാണ്. ജീവിതത്തിന്റെ എല്ലാ വശവും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നതിൽ ധർമ്മബോധമുള്ളവനാകണമോ അധർമ്മബോധമുള്ളവനാകണമോ? ആരാദ്യം തീരുമാനിക്കേണ്ടത്? ബാപ്പയിമ്മയാകണമെന്ന്. ഓൻ കേട് വന്നിട്ടുണ്ടോ? ഓന്റെ അപ്പ കയ്യിൽ പങ്കുണ്ട്, ഓന്റെ അമ്മ കയ്യിൽ പങ്കുണ്ട്. പറഞ്ഞിട്ടുണ്ട് കാര്യമല്ല, താടി നീട്ടുകൊണ്ട് കാര്യമല്ല, നരയാണിന്റെ മുകളിൽ തുണി എടുത്തോണ്ട് കാര്യമല്ല. മക്കളുടെ ജീവിതത്തെ അടിമുതൽ ആപാദ ചൂടം ശ്രദ്ധിക്കുകയും കൂടി വേണം. സ്വന്തം ജീവിതത്തെ ശ്രദ്ധിച്ചാ പോരാ. മോനിട്ട പാൻസ് എന്താണ്? അത് നിരണ്ട താഴെ പോയ മിണ്ടുന്നുണ്ടോ അല്ലേ? മോന്റെ വേഷവും ജീവിതവും ചിന്തയും വേറെയാണോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാ റസൂല് പറഞ്ഞത് ഒന്നാമത്തെ ചുമതല മാതാപിതാക്കൾക്ക്, രണ്ടാമത്തേത് അവന്റെ ചുറ്റുപാടാണ്, പിന്നെ അവന്റെ കൂട്ടുകെട്ടാണ്. ഈ 3 പോയിന്റിലാണ് എന്റെ വിഷയം ഇന്ന് പൂർണ്ണമാവുക. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾ അവനെ എന്താക്കണം അവരാണ് ആദ്യം തീരുമാനം. കാരണം ഇതൊരു ശുദ്ധ പ്രകൃതിയാണ്, ഒരു വെള്ളക്കടലാസാണ്. അവിടെ എന്താ എഴുതുന്നത്? കള്ളം പറയുന്ന ഉമ്മയാണോ? തെമ്മാടിത്തം ചെയ്യുന്ന ബാപ്പയാണോ? ബാപ്പാനെ കണ്ടിട്ടാ മോൻ വളരുക. മോന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ ബാപ്പയായിരിക്കും. ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ. എന്താ കാരണം? അച്ഛനായിരുന്നു കാരണം, അമ്മായി ആയിരുന്നു കാരണം. ലോകത്താരോടെങ്കിലും ഒരല്പം അലിവുണ്ടായിരുന്നെങ്കിൽ അത് സ്വന്തം മാതാവിനോട് മാത്രമായിരുന്നു. അച്ഛനോട് കടുത്ത വിരോധം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ മകനെ ക്രൂരമായി മർദ്ദിച്ചു അച്ഛൻ. സ്നേഹം കൊടുത്തില്ല, കാരുണ്യം കൊടുത്തില്ല, അലിവ് കൊടുത്തില്ല, തലോടൽ കൊടുത്തില്ല, സ്നേഹിച്ച് തിരുത്തിയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായി ഹിറ്റ്ലർ വളർന്നു.